ഹലോ, ഹായ്. ഐ ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. വിശ്വസിക്കുന്നു. പെട്ടെന്നൊരു കാര്യം ഇങ്ങനെ തോട്ടിൽ വന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം വന്നൊരു തോട്ടാണ്. അപ്പോൾ പെട്ടെന്ന് അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പം അങ്ങനെ എടുക്കുന്നൊരു വീഡിയോ ആണ്. മറ്റൊന്നുമല്ല, അതായത് ഞാൻ എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ഞാൻ ഇടുന്നത് എനിക്ക് 30 വയസ്സ്. ഓക്കെ, എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ ഇടുന്നത് ഇപ്പോഴാണ്. ലൈക്ക് 30. ഇത് ചിലപ്പം ഞാനൊരു 24 അല്ലെങ്കിൽ 25 ആയിരുന്നപ്പോൾ ഞാൻ ഇട്ടേനെ അല്ലെങ്കിൽ ചെയ്തേനെ. പക്ഷെ ഞാൻ ചെയ്തില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് പോയി. അപ്പം വൺ തിങ്, ചിലപ്പോൾ അതൊക്കെ ചിലപ്പം ഈ ഒരു 5 years ഗ്യാപ്പിൽ ചിലപ്പോൾ അത് കിടിലായിരുന്നേനെ, അല്ലെങ്കിൽ ചിലപ്പം ഒന്നും തന്നെ വലിയ മാറ്റമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ എൻ്റെ ഈ ഇതേ ലൈഫ് സ്റ്റൈൽ തന്നെ കണ്ടിന്യൂ ആയനെ. അതായത് ആ ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഫ് ഐ വുഡ് ഹാവ് സ്റ്റാർട്ടഡ്, അത് വിജയിച്ചില്ല, അത് നോർമലായിട്ട് തന്നെ പോയായിരുന്നുണ്ടെങ്കിൽ എന്താ എൻ്റെ ഇപ്പോഴത്തെ നോർമൽ ഈ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പോയേനെ. ബട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, വാട്ട് ഇഫ് ഞാൻ അന്ന് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സംഭവം അത് വിജയിച്ചു, അത് കിടിലായിരുന്നെങ്കിലും. അങ്ങനെ ആയിരുന്നെങ്കിൽ ചിലപ്പം ഇപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആയിട്ടുണ്ടായേനെ. റൈറ്റ്, എൻ്റെ രീതികളും എൻ്റെ കുറേ കാര്യങ്ങളും മാറിയിട്ടുണ്ടായേനെ. റൈറ്റ്, അപ്പം അപ്പോൾ അതാ അല്ലേ, ചിലപ്പം കംപ്ലീറ്റ് സാധനമേ ചേഞ്ച് ആയേനെ അല്ലേ. അപ്പം ഞാൻ ആലോചിക്കാം, നമുക്കെല്ലാവർക്കും വി ഓൺലി ഹാവ് വൺ ലൈഫ്. അപ്പോൾ ഞാൻ അത് ചെയ്തില്ല. അത് മൾട്ടിപ്പിൾ റീസൺസും കാര്യങ്ങളൊക്കെ കൊണ്ടത് ചെയ്തില്ല. എൻ്റെ മടിയാവാം, എൻ്റെ എന്താ കുറേ കാര്യങ്ങളാവാം അല്ലേ, ഇൻസെക്യൂരിറ്റീസ് ആവാം അല്ലേ. അപ്പം പിന്നെ അപ്പം ഇങ്ങനെ തിങ്ക് ചെയ്തപ്പോൾ വന്ന സംഭവം, അപ്പം വി ഓൺലി ഹാവ് വൺ ലൈഫ്. റൈറ്റ്, അപ്പോൾ ഈ ഒറ്റ ലൈഫിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ, ഇതൊക്കെ നമ്മളിപ്പോൾ ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോൾ ചെയ്യാനാണ്? നമ്മൾ പലപ്പോഴും മടിയും, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ഇൻസെക്യൂരിറ്റീസും ഒക്കെ കാരണം നമ്മളിങ്ങനെ അല്ലെങ്കിൽ ആൾക്കാരെന്ത് ചിന്തിക്കും ഇങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മളൊന്നും ചെയ്യുന്നില്ല. എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്? ലേറ്റ് റിയലൈസേഷൻസ് ആണ് ശരിക്കും. മനുഷ്യരാരാ? എല്ലാവരും ഓരോരോ ഇൻഡിവിജ്വൽസ് ആണ് അല്ലേ. അപ്പം എല്ലാവർക്കും ആഗ്രഹങ്ങൾ കാണും, എനിക്കിത് ചെയ്യണം അത് ചെയ്യണം. പക്ഷെ എന്തുകൊണ്ട് ആരും ചെയ്യുന്നില്ല? അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയേ. റൈറ്റ്, നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മളങ്ങ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. വി ആർ നോട്ട് എക്സ്പെക്ടിങ് എനിത്തിങ്. ഈ പറഞ്ഞ പോലെ ആൾക്കാർ എന്ത് പറയും എന്ത് പറയുന്നില്ല ഒന്നും നോക്കണ്ട, നമ്മളങ്ങ് ചെയ്യുക. എന്തിനാ? നമ്മുടെ സന്തോഷത്തിനും നമ്മുടെ സമാധാനത്തിനും അടുത്തൊരു സ്റ്റേജിലെത്തുമ്പോൾ നമ്മൾ റിഗ്രറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ഒന്ന് ചെയ്തു നോക്കി അല്ലേ. ഓരോരുത്തർക്കും എന്തൊക്കെ ആഗ്രഹങ്ങളായിരിക്കും. ചിലർക്ക് എഡിറ്റിംഗ് ചെയ്യണം, ചിലർക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ടതായിരിക്കും, ചിലർ നല്ല ആർട്ടിസ്റ്റ് ആയിരിക്കും, അവർക്ക് ഈ പോർട്രേറ്റ്സും കാര്യങ്ങളൊക്കെ വരയ്ക്കണം എന്നുണ്ടായിരിക്കും, ചിലർ ഫോട്ടോഗ്രാഫി. അപ്പം കുറേ ആൾക്കാർ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അതിനേക്കാളും അതിലേറെ ആൾക്കാർ ചെയ്യാണ്ടിരിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഞാനും ഉൾപ്പെടെ ആണ് ഞാൻ ഈ പറയുന്നത്. ഞാനും ഇപ്പോഴല്ലേ ഇത് ചെയ്തു തുടങ്ങി. എനിക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ, നമുക്ക് ആകെ ഉള്ള ഒരൊറ്റ ലൈഫേ ഉള്ളൂ. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ ലൈഫിൽ എല്ലാം ട്രൈ ഔട്ട് ചെയ്യും, എല്ലാം ചെയ്യും അല്ലേ. ഒന്നും നോക്കണ്ട, ആരെയും നോക്കണ്ട, നമ്മളെന്താണോ അതുപോലെ നമുക്ക് ആഗ്രഹമുള്ള എല്ലാ കാര്യങ്ങളും അത് ചെയ്യണം. ലെറ്റ്സ് സീ പിന്നെ എന്താ സംഭവിക്കുന്നുള്ളത് നോക്കാം, വഴിയെ നോക്കാം. എല്ലാവരും അങ്ങനെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒന്ന് ചിന്തിച്ചൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് മനോഹരമായിരിക്കും അല്ലേ. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റൊരാൾക്കും ഒരു ബുദ്ധിമുട്ടും വരുത്താണ്ട് അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊരു റോങ് സെൻസിൽ എടുക്കില്ല. അതായത് ഇപ്പം ആലോചിക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ എന്താണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പലർക്കും ചിലപ്പം പല കാര്യങ്ങളും ഇഷ്ടമായിരിക്കും, വിച്ച് മൈറ്റ് നോട്ട് ബി ലീഗലി കറക്റ്റ് ആയിട്ടുള്ളതും സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ കാണും. അതൊരു അങ്ങനത്തെ സെൻസിൽ എടുക്കണ്ട. വളരെ നോർമൽ റൈറ്റ് സെൻസിൽ എടുക്കാം അല്ലേ. അത് എന്തൊക്കെ ഇഷ്ടമുള്ളൂ അതെല്ലാം ട്രൈ ചെയ്യാം, എന്നിട്ട് നോക്കാം അല്ലേ. അപ്പം ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് പെട്ടെന്നൊരു തോട്ട് വന്നു. അപ്പം അതൊന്ന് ഷെയർ ചെയ്യണം എന്നുണ്ടായി. അപ്പം അത് പറഞ്ഞതേ ഉള്ളൂ. യെസ്, അപ്പോൾ അത്രേ ഉള്ളൂ. റൈറ്റ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.